നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയായിരുന്നു എന്ന് കരുതുകയാണ്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ആളുകളൊക്കെ വീട്ടിലിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ സമയം 6:45. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് അതങ്ങനെ വിട്ടിട്ട് പോകാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. വേണ്ടാന്ന് വെച്ചാലും ജയകുമാർ അലക്സിനെ പോലുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളുമായിട്ട് വരും. അപ്പോ എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, ജയകുമാർ അലക്സ് പറയുന്നതിൽ കാര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളുകാർ കുട്ടികൾക്ക് വഴി തുറന്നു കൊടുക്കാത്തത് എന്നൊക്കെ. അപ്പോൾ അത് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്റെ കടമയാണല്ലോ. ഇതിനകത്ത് ഇടപെട്ടു പോയല്ലോ. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷനും കേസ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ അന്ത്യം കാണുന്നതുവരെ ശ്രീനി ആലക്കോട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാനും ഞാൻ തയ്യാറാണ്. എന്തായാലും അതിനുള്ള ഫണ്ട് ഇല്ലെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് സൂംബ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. വേണോ വേണ്ടയോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അത് അവരവർ തീരുമാനിച്ചോട്ടെ. എന്റെ വിഷയം അതല്ല, അത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പോട്ടെ. പക്ഷേ ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ചില ആളുകള് ഇപ്പോഴും കമന്റുമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ രക്ഷിതാക്കൾക്ക് പരാതിയില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പരാതി? ആ ഡ്രൈവർമാർക്ക് എന്താണ് പരാതി? രക്ഷിതാക്കൾക്ക് പരാതിയില്ലെങ്കിൽ എനിക്ക് പരാതി പെട്ടുകൂടെ സാറേ, അല്ലെങ്കിൽ മാഡം? ഡ്രൈവർമാർക്ക് പരാതി പെട്ടുകൂടെ മാഡം? ഞങ്ങളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇവിടുത്തെ ചില ചെയ്തികൾ കാണുമ്പോൾ പ്രതികരിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പ്രതികരിക്കുന്നതിന് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലതാനും. പറഞ്ഞു വരുന്നത് കണ്ണൂർ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനെ കുറിച്ചാണ്. സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനെ കുറിച്ചാണ്. വഴിയില്ലാതെ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സ്കൂളിനെ കുറിച്ച് 3 വീഡിയോ ഇതിനകം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തു എന്നുള്ള കാര്യം എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഇന്ന് ഇതിന്റെ വക്താവ് എന്നുള്ള നിലയിൽ ആ പുള്ളി ഇപ്പോഴും വന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടോൺമെന്റിന്റെ സ്ഥലമാണ്, അത് പട്ടാളം പിടിച്ചെടുത്തതാണ്. ഓക്കെ, കണ്ടോൺമെന്റിന്റെ സ്ഥലമാണ്, പട്ടാളം പിടിച്ചെടുത്തതാണ് എന്നുള്ള താങ്കളുടെ വാദം അവിടെ നിലനിൽക്കട്ടെ. ഒരു കാര്യം അങ്ങയോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ഈ കണ്ടോൺമെന്റും സഭയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സാധാരണ മാതാപിതാക്കളുടെ സ്വത്തിന് അവകാശം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന പോലെ ഈ കണ്ടോൺമെന്റിന്റെ സ്വത്തിന് അവകാശം സഭയ്ക്കുണ്ടോ എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ ഒരു അവകാശം ഇല്ലാത്ത സ്ഥിതിക്ക് അത് പിടിച്ചെടുത്ത, അല്ലെങ്കിൽ പട്ടാളത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ പട്ടാളം മതിൽ കെട്ടും. പട്ടാളം മതിൽ കെട്ടിയത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ ചിലയിടങ്ങളിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ കിടക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അവരുടെ സ്ഥലത്ത് അവർ മതിൽ പണിയുന്നു, അവര് വഴി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കേസ് കോടതിയിലാണെങ്കിൽ കോടതിയിൽ കുറെ വർഷം ആ കേസ് നടക്കും. അപ്പൊ അതുവരെ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വഴി നടക്കേണ്ട എന്നാണോ സ്കൂൾ അധികൃതർ കരുതുന്നത്? അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ വക്താവ് എന്നുള്ള നിലയിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ കമന്റ് ഇടുന്ന ഓയിൽ കച്ചവടക്കാരൻ കരുതുന്നത്? അങ്ങനെ കരുതരുത്. ഇതൊരു മാനുഷിക പ്രശ്നമാണ്. ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ആളുകൾ ഇടപെടേണ്ടതാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ നടപടി എടുത്തിട്ടുണ്ട്, അവർ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഞാൻ പരാതി അയക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് ഒരുപാട് രക്ഷിതാക്കൾ എന്നെ വിളിക്കുകയാണ്. അവരുടെ ഫോൺ റെക്കോർഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കോടതിയിൽ ആ ഫോൺ റെക്കോർഡ് ഞാൻ സമർപ്പിക്കും. എനിക്കെതിരെ കേസ് കൊടുക്കാൻ ശ്രമിക്കും നിങ്ങൾ. എന്തായാലും സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ശ്രീനി ആലക്കോട് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞ് ശ്രീനി ആലക്കോടിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാലോ. അങ്ങനെ നിങ്ങൾ കേസ് കൊടുത്താൽ ആ കോടതിയിൽ ശ്രീനി ആലക്കോട് ഈ തെളിവുമായിട്ട് വരും. പല രക്ഷിതാക്കളിൽ നിന്നും 4ാം ക്ലാസ് ഒരു ചേർക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ വിളിച്ചു. ഈ വർഷം 4ാം ക്ലാസ് ചേർക്കാൻ വേണ്ടി വിദ്യാർത്ഥിയെ അപ്ലൈ ചെയ്തു. വിദ്യാർത്ഥിയെ അവിടത്തേക്ക് വിളിച്ചു. വിദ്യാർത്ഥിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു, രക്ഷിതാവിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു. അവസാനം 3ാമത്തെ ഇന്റർവ്യൂവില് രക്ഷിതാവിനോട് ചോദിച്ചു, കൊറ്റാളിയിലുള്ള രക്ഷിതാവാണ്, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിനോട് 40,000 രൂപയാണ് ആവശ്യപ്പെട്ടത്.
40,000 രൂപ ഈ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഈ സ്കൂളിലെ മാനേജ്മെന്റ് 40,000 രൂപ ഡൊണേഷനായി ചോദിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് ഇപ്പം അവിടെ അഡ്മിഷൻ കിട്ടില്ല, വേറെ സ്കൂളിൽ ചേർക്കേണ്ട ഗതികേടിലായി. അവിടെ ചേർക്കാൻ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ആ സ്കൂളിനൊരു പേരുണ്ടല്ലോ, വലിയ വലിയ ആളുകളുടെ മക്കൾ പഠിക്കുന്നതാണ്, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കും, ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോ നന്നായിട്ട് കുട്ടികൾ പഠിച്ച് വലിയ വലിയ ആളാകും, പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ പഠിച്ചു പോയതാണ് എന്നുള്ള ആ ധാരണയിലാണ് തങ്ങളുടെ കുട്ടികളെ അവിടെ ചേർക്കാൻ വേണ്ടി സാധാരണക്കാരായ ആളുകൾ പോകുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയില് ഇത് പാവപ്പെട്ടവനെ എന്ന് പറഞ്ഞ സമയത്ത് പാവപ്പെട്ടവന്റെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവിടെ ശരിക്കും പറഞ്ഞാൽ അത് എന്റെ ഭാഗത്തുള്ള തെറ്റായിരുന്നു. പാവപ്പെട്ടവന്റെ കുട്ടികൾ ഇപ്പൊ അവിടെ പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരും പണക്കാരുടെ മക്കളാണ്. കാരണം ഡൊണേഷൻ കൊടുക്കാതെ അവിടെ സീറ്റ് കിട്ടില്ല. അപ്പൊ ഒരു പാവപ്പെട്ടവന്റെ മോനും അവിടെ പഠിക്കില്ല എന്ന് അർത്ഥം. അപ്പോ ഡൊണേഷൻ വാങ്ങി ഒരു 1ാം ക്ലാസ്സിലൊക്കെ LKG UKG 1 ലക്ഷം രൂപയ്ക്കാണ് മേടിക്കുന്നതെന്നൊക്കെയാണ് ചില ആളുകൾ എന്നോട് വിളിച്ചു പറഞ്ഞത്. ഇവിടെയൊക്കെ റെക്കോർഡുണ്ട് കേട്ടോ, ഞാൻ തമാശ പറയുന്നൊന്നുമല്ല. ഇത് വെറുതെ ആ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ പറയുന്നുമല്ല. കാരണം ആ സ്കൂളിനെ അപകീർത്തിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. കാരണം ആ സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. അവരുടെ ഒരു അനിഷ്ടമായിട്ട് അവരെന്നോട് പെരുമാറിയിട്ടുമില്ല. അപ്പൊ ഇത്തരത്തില് ഞാൻ പറയുന്നത് നാട്ടുകാരുടെ പ്രശ്നങ്ങളാണ്. നാട്ടുകാർ ഓരോരുത്തരും ഈ വിഷയത്തിന് ശേഷം എന്നെ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇതൊക്കെ ഗുരുതരമായ ചട്ടലംഘനമാണ്. വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? സൂംബ ഡാൻസിന് പുറകെ പോകുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ കുറെ കുട്ടികള്, ഏതാണ്ട് 2000-ഓളം കുട്ടികള് കണ്ണൂർ ടൗണിൽ ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മൂക്കിന് കീഴെ പഠിക്കുന്നുണ്ട് സാറേ എന്ന് വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കണം, അവിടുത്തെ MLA മനസ്സിലാക്കണം, അവിടുത്തെ മന്ത്രി മനസ്സിലാക്കണം. അങ്ങനെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇത് മനസ്സിലാക്കണം. ആ കുട്ടികൾക്കോ കുട്ടികളുടെ രക്ഷിതാക്കൾക്കോ പറയാൻ കഴിയില്ല. പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തും. പിന്നീട് ആ സ്കൂളിൽ അവർ കൊടിയ പീഡനം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള തോന്നൽ കൊണ്ടാണ് രക്ഷിതാക്കളും കുട്ടികളും സംസാരിക്കാത്തത്. അത് മനസ്സിലാക്കുക. അത് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഇനിയും നിങ്ങൾ വഴി തുറന്നു കൊടുത്തില്ലെങ്കിൽ ഓരോ ദിവസവും ഇത്തരത്തിൽ വീഡിയോയുമായി ഞാൻ വരും. അതുപോലെ തന്നെ കോടതിയിൽ പോകണമെങ്കിൽ കോടതിയിൽ പോകും. ആ കുട്ടികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് അനുവദിച്ചു കിട്ടുന്നുവോ അന്ന് വരെ ശ്രീനി ആലക്കോട് സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനെതിരെ വീഡിയോയുമായി വന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.